പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകൾ AEWൻ്റെ റെവല്യൂഷൻ എന്ന പേപ്പർ വ്യൂയിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ അവസാനത്തെ അപ്ഡേറ്റ് കോഡി റോഡ്സ്, റോമൻ റീൻസ്, റോക്ക് സ്റ്റോറി ലൈൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് AEW റെവല്യൂഷൻ പേപ്പർ വ്യൂയെ സംബന്ധിച്ചാണ്. ഇന്ന് കഴിഞ്ഞ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിലെ ആദ്യത്തെ മത്സരത്തിൽ സെറോ സ്ട്രിക്ലാൻഡും ഹാങ്മാൻ ആദം പേജും തമ്മിൽ ഏറ്റുമുട്ടിയ നമ്പർ 1 കണ്ടൻഡർ മത്സരം ഒരു ഡ്രോയിലാണ് അവസാനിച്ചത്. ടൈം ലിമിറ്റ് ഡ്രോ ആയിരുന്നു. അതിനുശേഷം കമൻറ്റേറ്ററായ ടോണി ഷിവാനി പറയുന്നത് റെവല്യൂഷൻ പേപ്പറിൽ സമവ് ജോ, ഹാങ്മാൻ ആദം പേജ്, സ്ട്രിക്ലാൻഡ് തുടങ്ങിയവർക്കെതിരെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലായിരിക്കും AEW വേൾഡ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റെവല്യൂഷനിലേക്കുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള രണ്ടാമത്തെ മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് കോഡി റോഡ്സ്, റോക്ക്, റോമൻ റീൻസ് തുടങ്ങിയവരുടെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളതാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സ് റസൽമേനിയ 40 റോമൻ റീൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാനുള്ള ആ ഒരു അവസരം അത് റോക്കിന് വിട്ടൊഴിഞ്ഞു കൊടുത്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ടാണ് കോഡി റോഡ്സിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ WWE.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെന്ന് നിങ്ങൾ ഓർക്കണം. അതിൽ ഈ ഒരു സ്റ്റോറി ലൈൻ്റെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് അവർ ക്ലിപ്പിന് കൊടുക്കുന്ന ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ്: കോഡി റോഡ്സ് റോമൻ റീൻസിനെതിരെ നേരിടാനുള്ള ആ ഒരു അവസരം റിഫ്യൂസ് ചെയ്തു, അതായത് നിഷേധിച്ചു. ആ ഒരു അവസരത്തിൽ റോക്ക് വന്ന് റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്തു എന്നുള്ളതാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ കാര്യങ്ങൾ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് പറയാമെങ്കിലും സ്റ്റോറി ലൈനിൽ കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പോട്ട് റോക്കിന് വിട്ടുകൊടുത്ത് മാറുകയാണ് ചെയ്തത്. അപ്പോൾ കോഡി റോഡ്സ് റെഫ്യൂസ്ഡ് ടു ഫേസ് റോമൻ റീൻസ് എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. കോഡി റോഡ്സ് മനഃപൂർവ്വം തൻ്റെ ആ ഒരു സ്പോട്ട് റോക്കിന് വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞ ആ ഒരു സ്റ്റോറി കറക്റ്റാണെന്ന് പറയാം. പക്ഷേ ഇവിടെ WWE കൊടുത്തതിന് മറ്റൊരു അർത്ഥം വരുന്നത് കോഡി റോഡ്സ് പേടിച്ചുകൊണ്ട് റോമൻ റീൻസിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറി അവിടേക്ക് റോക്ക് വന്ന് റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്തു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്ന ഒരു ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അത് സ്റ്റോറി ലൈനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. കോഡി റോഡ്സ് പേടിച്ചുകൊണ്ടാണ് പിന്മാറുന്നത് എന്നുണ്ടെങ്കിൽ റോമൻ റീൻസിനെ റോയൽ റംബിളിൽ വിജയിച്ചപ്പോൾ തന്നെ കോഡി റോഡ്സ് ചലഞ്ച് ചെയ്യാൻ നിൽക്കണ്ട എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോഡി റോഡ്സ് ഇത്രയും ഒരു പെർഫെക്റ്റ് ക്യാരക്ടർ ബിൽഡിലൂടെ വന്ന് റോമൻ റീൻസിനെതിരെ താൻ വരുന്നു, തൻ്റെ സ്റ്റോറി താൻ ഫിനിഷ് ചെയ്യാൻ പോകുന്നു എന്നെല്ലാം കാണിച്ചുകൊണ്ട് പിന്നീട് സ്മാക്ഡൗണിൽ വന്ന് താൻ പേടിച്ചുകൊണ്ട് പിന്മാറുന്നു എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കാണിക്കേണ്ടതായിരുന്നില്ല. എന്തായാലും കോഡി റോഡ്സിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് അത് വലിയൊരു മിസ്റ്റേക്കാണ്. WWE ക്രിയേറ്റീവ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വളരെ തെണ്ടിത്തരത്തിലുള്ളൊരു കാര്യം തന്നെ എന്ന് പറയേണ്ടി വരും. അതായത് ക്രിയേറ്റീവ് യാതൊരുവിധ ബോധവുമില്ലാതെ അവർ കോഡി റോഡ്സിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. അത് കോഡി റോഡ്സിൻ്റെ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുമുണ്ട്. റോയൽ റംബിളിൽ വന്ന് ചലഞ്ച് ചെയ്യുക, അതിനുശേഷമുള്ള സ്മാക്ഡൗണിൽ വന്ന് പേടിച്ച് പിന്മാറുക എന്നുള്ളൊരു അർത്ഥത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ക്രിയേറ്റീവ് ടീം ചെയ്തത് റെഡിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.